നമസ്കാരം. വരാഹിയമ്മയുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഈ തൊടുകുറിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വരാഹിയമ്മയുമായി ബന്ധപ്പെട്ടും സംഭവിക്കാൻ പോകുന്നതായ കാര്യങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇവിടെ തന്നിരിക്കുന്നത് 2 വരാഹി ചിത്രങ്ങളാണ്. അതിൽ ആദ്യത്തേതായ വരാഹി ചിത്രം സാക്ഷാൽ പരമശിവനോടൊപ്പം നിൽക്കുന്ന വരാഹി ദേവിയുടെ ചിത്രമാണ്. രണ്ടാമത്തേതായ ചിത്രം സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനോടൊപ്പമുള്ള വരാഹി ചിത്രമാണ്. ഈ 2 ശക്തമായ ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം വരാഹി ദേവിയുടെയോ അല്ലെങ്കിൽ ഗുരുവായൂരപ്പന്റെയോ മഹാദേവന്റെയോ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വജ്രഘോഷം എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഏവരും ഒരു നിമിഷം വരാഹി ദേവിയെ വന്ദിക്കുക. ആദ്യത്തെ ചിത്രമായ പരമശിവനോടൊപ്പമുള്ള വരാഹി ദേവിയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ അവർക്ക് സംഭവിക്കുന്നതായ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതായ ഒന്നാണ്, ജീവിതത്തിൽ എന്തുകൊണ്ട് സംഭവിക്കാൻ പാടില്ലാത്തതായ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന വ്യക്തമായ ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ജീവിതത്തിൽ പലപ്പോഴും നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നതായ ആ ദുഃഖ ദുരിതങ്ങൾക്കുള്ള പരിഹാരങ്ങൾ അമ്മയുടെ അനുഗ്രഹത്താൽ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. പലരും ഒപ്പമുണ്ട്, എന്നാൽ ആരും സഹായിക്കാത്തതായ സാഹചര്യം, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതായ കാര്യങ്ങളിൽ പലപ്പോഴും വേണ്ടത്ര പിന്തുണ ലഭിക്കാത്തതായ സാഹചര്യം, പലപ്പോഴും നിങ്ങൾക്ക് അപമാനിക്കപ്പെട്ടു അല്ലെങ്കിൽ അത്തരത്തിൽ വിഷമങ്ങൾ തോന്നുന്നതായ സാഹചര്യങ്ങൾ പോലുമുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്ന് ചേരണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ. എന്നാൽ പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങൾ ഉണ്ടാകണം എന്നില്ല. കാരണം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും, എങ്കിലും അല്പം കൂടി കാത്തിരിക്കേണ്ടതായ സമയം കൂടിയാണ് വന്ന് ഭവിച്ചിട്ടുള്ളത്. ഈ സമയം വരാഹി ദേവി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ ഓരോ കാര്യങ്ങൾക്കും വ്യക്തമായ ഉത്തരങ്ങളും നിങ്ങൾക്ക് എപ്രകാരം തരണം ചെയ്യണം എന്ന ബോധ്യം നിങ്ങളിലേക്ക് നൽകുകയും ചെയ്യും. അതിനാൽ തീർച്ചയായും ഈ സമയം നിങ്ങൾ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിലൂടെ ക്രമേണ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. തീർച്ചയായും ഏതൊരു വ്യക്തിക്കും കയറ്റമുണ്ട് എങ്കിൽ ഒരു ഇറക്കമുണ്ടാകും എന്നതാണ് വാസ്തവം. എന്നാൽ നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്ന സാഹചര്യം തന്നെയാണ് അമ്മയായി നൽകുക. അതിനുള്ള അവസരങ്ങൾ അമ്മ തന്നെ നിങ്ങൾക്ക് നൽകും. ചില കാര്യങ്ങൾ പ്രധാനമായും മാറില്ല എന്ന് ചിന്തിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ അത് മാറുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. പലപ്പോഴും മറ്റുള്ളവർ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതായ സാഹചര്യങ്ങളുണ്ട്. ഇതിൽ എന്തുകൊണ്ട് മാറ്റങ്ങൾ വരുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. നഷ്ടപ്പെട്ടതായ പല കാര്യങ്ങളിലും വളരെയധികം വിഷമങ്ങൾ ഉണ്ട് നിങ്ങൾക്ക് എന്നതും വാസ്തവമാണ്. പല കാര്യങ്ങളും ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ട് പോയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. എന്നാൽ ആ കാര്യങ്ങൾ തിരികെ കൊണ്ടുവരുവാനുള്ള ചില ശ്രമങ്ങൾ ഒരു പരിധിവരെ വിജയം കാണാം. അത് നിങ്ങൾക്ക് സഹായം, വളരെയധികം സാമ്പത്തികമോ അല്ലെങ്കിൽ മറ്റ് സഹായങ്ങളോ ജീവിതത്തിൽ നൽകാം, സന്തോഷം നൽകാം. സ്നേഹിച്ചാൽ എന്തും നൽകുന്നവരാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും അത് പലരും മുതലെടുക്കുന്നു എന്നതാണ് വാസ്തവം. ധാരാളം സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടാകാം. എന്നാൽ അതിൽ പ്രധാനപ്പെട്ടതായ സുഹൃത്തുക്കൾ ചില വ്യക്തികൾ മാത്രമാണ്. പെട്ടെന്ന് ആകർഷണം തോന്നുന്നതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ സമയം ചെയ്യുവാൻ സാധിക്കും. മറ്റുള്ളവരുടെ മനസ്സിൽ ഇടം നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. കുടുംബത്തിലേക്ക് പലവിധ ആവശ്യങ്ങൾക്കും പണം ചെലവാക്കുവാൻ മടിയില്ലാത്ത വ്യക്തികളാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും കുറ്റപ്പെടുത്തലുകൾ കേൾക്കുന്നു എന്നത് നിങ്ങൾക്ക് വളരെയധികം വിഷമങ്ങൾക്ക് കാരണമാകുന്നു. എന്നാൽ അമ്മയുടെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ പല കാര്യങ്ങളിലും ചിന്തിച്ച് പ്രവർത്തിക്കുകയും വന്നു ചേരുന്ന ദുഃഖങ്ങളിൽ അത് നിങ്ങൾക്ക് തരണം ചെയ്യുവാനുള്ള ശക്തി അമ്മ പ്രദാനം ചെയ്യുകയും ചെയ്യും. അഭിമാനികളാണ് നിങ്ങൾ, പരിശ്രമിക്കുന്നവരാണ് നിങ്ങൾ. തീർച്ചയായും ആ പരിശ്രമം ദേവി കാണും എന്ന് തന്നെ പരാമർശിക്കാം. കാരണം ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ കൂടുതലായി അടുത്തിരിക്കുന്ന അല്ലെങ്കിൽ എത്തിച്ചേരുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതായ സമയമാണ്. പലപ്പോഴും നിങ്ങൾ അനുഭവിക്കുന്നതായ ദുഃഖങ്ങൾക്ക് പരിഹാരമില്ലേ എന്ന് ചിന്തിച്ച് പോകുന്നവരാണ് നിങ്ങൾ.
എന്നാൽ അമ്മ തന്നെ പരിഹാരം കാണും. അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുകയോ അതുമായി ബന്ധപ്പെട്ട് ചില വിഷമങ്ങൾ വന്നു ചേരുകയോ ചെയ്യാം. അത് തരണം ചെയ്യുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി സംഭവിക്കാം. പലവിധ സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ആവശ്യ സമയത്ത് പല കാര്യങ്ങളും നിങ്ങൾക്ക് സഹായമായി ലഭിക്കാം. റിസ്ക് എടുക്കുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ അത്തരം കാര്യങ്ങളിൽ അല്പം കൂടി ചിന്തിച്ച് അമ്മ നൽകുന്നതായ ആ സൂചനകൾ നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് പോയില്ല എങ്കിൽ നഷ്ടങ്ങൾ സംഭവിക്കാം. കൂടാതെ ഈ സമയം നിങ്ങളിലേക്ക് പല കാര്യങ്ങളും വന്ന് ചേരുന്നതാണ്. അത് കഴിവ് വിനിയോഗിക്കുവാനുള്ള ആത്മവിശ്വാസമാകാം. അത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരാം. പ്രവർത്തന മികവ് വന്ന് ചേരുന്ന സമയമാണ്. പ്രവർത്തന മികവ് നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായ സമയമാണ്. അമ്മ നൽകുന്നതായ ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായ സമയമാണ് വന്നു ചേരുക. എവരും അമ്മയെ ആരാധിച്ച് തന്നെ മുന്നോട്ട് പോകണം. രണ്ടാമത്തെ ചിത്രമായ ഗുരുവായൂരപ്പനോടൊപ്പമുള്ള വരാഹി ദേവിയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. പലപ്പോഴും പല കാര്യങ്ങളിലും ഉറച്ചു നിൽക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അത് പലപ്പോഴും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങൾക്ക് വളരെ ദോഷകരമായി ബാധിക്കുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരിവിന് കാരണമാകാവുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. വഴിത്തിരിവുകൾ ജീവിതത്തിൽ സംഭവിക്കാം. ധൈര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ദുഃഖങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് എങ്കിലും അത് തരണം ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. മനക്ലേശങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. നഷ്ടങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഉയർച്ച ജീവിതത്തിന്റെ ഭാഗമായി തീരാം. ഭാഗ്യം തുണയ്ക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരും. ദുഃഖങ്ങൾ ദുരിതങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുന്നതായ സാഹചര്യങ്ങൾ പോലും തരണം ചെയ്യുവാൻ സാധിക്കും. കുടുംബ സൗഖ്യം നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയമാണ്. എന്നാൽ ശ്രദ്ധയോടെ നീങ്ങിയില്ല എങ്കിൽ ചില കാര്യങ്ങളിൽ അപകീർത്തി സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. സൽകീർത്തി സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. അമ്മയായി തന്നെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വ്യക്തമായ സൂചന നൽകുക തന്നെ ചെയ്യും. അത് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ആഗ്രഹ സാഫല്യങ്ങൾ പല കാര്യങ്ങളിലും നേടിയെടുക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക. ശുഭകാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. എന്നാൽ പ്രയാസങ്ങൾ ജീവിതത്തിലുണ്ട്, പ്രതിസന്ധികളുണ്ട്. അത് തരണം ചെയ്യണം. മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നവർ കൂടിയാണ് നിങ്ങൾ. ദുഃഖങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുന്നതായ സാഹചര്യം വന്നു ചേരും. ആരോഗ്യ കാര്യങ്ങളിൽ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. വഴിത്തിരിവ് ജീവിതത്തിൽ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഉണ്ടാവുക. പ്രധാനമായും നിങ്ങൾക്ക് തൊഴിൽപരമായോ ബിസിനസ് പരമായോ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വഴിത്തിരിവുകൾ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. വിശ്വാസങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം പല കാര്യങ്ങളിലും വിശ്വാസങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ആ കാര്യം ചെയ്യുകയാണ് എങ്കിൽ അത് ശുഭമായി ഭവിക്കും. ചിലത് വേണ്ട. ഇത്തരത്തിൽ പല രീതിയിലും തീരുമാനങ്ങൾ എടുക്കുവാനും പല കാര്യങ്ങളിലും വിശ്വസിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയമാണ്. ദേഷ്യം, വൈരാഗ്യം തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലുണ്ട്. എന്നാൽ അത് ശരിയായ രീതിയിലല്ല മുന്നോട്ട് നയിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. മനസ്സിൽ വെച്ച് പെരുമാറുന്നതായ പലവിധ സ്വഭാവങ്ങളും ചില അവസരങ്ങളിൽ നിങ്ങൾക്കുണ്ട്. എന്നാൽ അതിൽ നിന്നും മാറ്റങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുകയും അത് തട്ടിപ്പറിച്ചെടുക്കുവാൻ ശ്രമിക്കുന്ന പല വ്യക്തികളെയും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പല കാര്യങ്ങളും ജീവിതത്തിൽ ഉറപ്പായും നടക്കുന്നതായ സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. ശുഭാപ്തി വിശ്വാസം നിങ്ങളിലേക്ക് കൂടുതൽ വന്നു ചേരും. എന്നാൽ പല കാര്യങ്ങളിലും എടുത്ത് ചാടുന്നതായ സ്വഭാവം നിങ്ങൾക്കുണ്ട്. അത് ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആരോഗ്യം നിങ്ങൾക്ക് അനിവാര്യം തന്നെയാണ്. ആരോഗ്യപരമായ ഉയർച്ച നിങ്ങളിലേക്ക് വന്നു ചേരും. കഠിനമായി പ്രയത്നിക്കാൻ അത് നിങ്ങൾക്ക് ഉത്സാഹം നൽകുകയും ചെയ്യും. കഴിവുകൾ മറ്റുള്ളവരുടെ മുൻപിൽ തെളിയിക്കുവാൻ സാധിക്കും വിധം
കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാവുന്ന സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. കൂടാതെ ഈ സമയം നിങ്ങളിലേക്ക് ഭയം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഉണ്ട് എങ്കിലും അത് ഒഴിവാക്കുവാൻ സാധിക്കുന്ന സമയമാണ്. ശരിയായ രീതിയിൽ അവസരങ്ങൾ മുതലെടുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം നെഗറ്റീവായ ചിന്തകൾ, നെഗറ്റീവായ അത്തരം ചില ഓർമ്മകൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. മനക്ലേശങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും എങ്കിൽ പോലും പൂർണ്ണമായും വിജയിക്കണം എന്നില്ല. എന്നാൽ അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് തന്നെ മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ കൂടുതലും അനുകൂലമായി നടക്കും. നിശ്ചയിച്ചാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് നടക്കുന്നതായ സാഹചര്യങ്ങൾ അമ്മയുടെ അനുഗ്രഹത്താൽ വന്നു ചേരും. ഈ സമയം നിങ്ങൾ അമ്മയെ ആരാധിച്ച് തന്നെ മുന്നോട്ട് നീങ്ങുക.